പോവാം. പോവാം ഫാദർ. ഒരു ഉപകാരം കൂടി. എന്താ? ഈ ഹെലികോപ്റ്റർ നന്നാക്കി തീരുന്നത് വരെ ഞങ്ങളോട് ഇവിടുന്ന് ഇറങ്ങിപ്പോവാൻ മാത്രം പറയരുത്. അമ്മച്ചി, അപ്പച്ചൻ ഫാൻ കണ്ട് പേടിച്ചതാ. ഫാനല്ല, ഹെലികോപ്റ്ററിന്റെ പ്രേതം. എന്റെ കർത്താവ്, ഇതിന്റെ അസുഖം ഒന്ന് ഭേദമായത് അപ്പോഴാണ് പണ്ടാരടങ്ങ ഹെലികോപ്റ്റർ കെട്ടിയോട്ട് ഇവിടെ വന്നിറങ്ങിയത്. ഇക്കണക്കുമായി അമ്മയെ ഞാൻ തന്നെ കൊല്ലും. വേണ്ട സിസിലി, അവരെ എന്ത് ചെയ്യണമെന്ന് കർത്താവിനോട് സ്വപ്നത്തിൽ വന്ന് പറഞ്ഞിട്ടുണ്ട്. എന്റെ കർത്താവ്, ഇതിനെ കൊണ്ട് കണക്കൊന്നും ചെയ്യിക്കല്ലേ. ഈ ചായക്കണക്ക് ഹെലികോപ്റ്റർ. എന്റെ പൊന്നു മദറെ, മദർ തന്നെ ഇതിന് പ്രതിവിധി ഉണ്ടാക്കണം. എന്താ സിസിലി, എന്താ കാര്യം? നാട്ടില് മാനം മര്യാദക്ക് തുറിച്ചടിച്ചോണ്ടായിരുന്ന മനുഷ്യനാ. അപ്പോഴാ ഹെലികോപ്റ്ററും കൊണ്ട് തുറിച്ചടിക്കാൻ അവന്മാര് വന്നിറങ്ങിയത്. പണി പോയതിന്റെ ആദിയിൽ എന്റെ ഇച്ചായന് അസുഖം വന്നത്. ഇവിടെ വന്ന അസുഖം ഒന്ന് ഭേദമായപ്പോ ദാ ഇവിടെ അവന്മാര് ഹെലികോപ്റ്റർ കൊണ്ട് ഇവിടുന്ന് പോകുന്നവരം വരെ അങ്ങനെ ഒരു മനസമാധാനം ഉണ്ടാവില്ല. അതെ മദർ, അവരിവിടുന്ന് എത്രയും വേഗം പറഞ്ഞു വിടുന്നത് തന്നെയാ നല്ലത്. സിസിലി, ഒരു കാര്യം ചെയ്യും, ഫാദറിന്റെ അടുത്ത് ഇവിടം വരെ ഒന്ന് വരാൻ പറയും. ശരി. ഹലോ, ഈ കുട്ടിയെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ദേ നോക്കി. അറിയില്ലല്ലോ സാർ. ആ ഉണങ്ങിയതങ്ങ് കട്ട് ചെയ്ത് കളയും. അല്ല, മദർ എന്തിനാ എന്നെ വിളിപ്പിച്ചത്? ആ ഹെലികോപ്റ്ററുകാർ പോയോ? ഇല്ല. സന്ധ്യയായില്ലേ, അവരെ എത്രയും പെട്ടെന്ന് പറഞ്ഞു വിടണം. ഹെലികോപ്റ്റർ നന്നാക്കി തീരാതെ അവരിവിടെ നിന്ന് ഹെലികോപ്റ്റർ പണിയെന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കി നാളെ നമ്മുടെ മൗനധ്യാനം മുടക്കും. മാത്രമല്ല, അവർ കുഴപ്പക്കാരാണെന്ന് സിൻഡ്രല്ല പറഞ്ഞു. സിസ്റ്ററിന് അവരോടുള്ള ദേഷ്യം ഇതുവരെ തീർന്നില്ലേ? എന്തോ എനിക്ക് ആ ബോബിയുടെ പെരുമാറ്റം അത്ര പിടിക്കുന്നില്ല. ആർക്കും അവരെ കുറിച്ച് അത്ര നല്ല അഭിപ്രായമില്ല. എന്തായാലും രാത്രി നമ്മുടെ മഠത്തിന്റെ കോമ്പൗണ്ടിൽ പരിചയമില്ലാത്തവരെ താമസിപ്പിക്കുന്നത് അത്ര ശരിയല്ല. ശരി മദർ, ഞാൻ എന്തെങ്കിലും ചെയ്യാം. നിങ്ങളുടെ ഒച്ചയും ബഹളമൊക്കെ നിർത്തിയേ. ഇവിടെ പല രോഗികളും ധ്യാനിക്കാൻ വരുന്നവരും താമസിക്കുന്ന സ്ഥലമാ. ഇവിടെ നിങ്ങളുടെ ഒച്ചയും ബഹളമൊന്നും ശരിയാവില്ല. അങ്ങനെ ശരിയാവില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാ വെച്ചാൽ, ഒരു പെട്രോമാക്സ് കിട്ടിയ ഒറ്റ രാത്രി കൊണ്ട് ഞങ്ങൾ പണി കഴിഞ്ഞ് പോയിക്കോളാം. അതൊട്ടും ശരിയാവില്ല. അന്യപുരുഷന്മാരെ ഇവിടെ താമസിക്കാൻ സമ്മതിക്കില്ല. കന്യാസ്ത്രീകൾ താമസിക്കുന്ന സ്ഥലമാ. അപ്പോഴീ ധ്യാനിക്കാൻ വന്നവരിലും രോഗികളിലും പുരുഷന്മാരില്ലേ അച്ഛോ? അപരിചിതരെ താമസിപ്പിക്കാൻ പറ്റില്ലെന്ന് അച്ഛൻ പറഞ്ഞേ. നിങ്ങൾക്ക് താമസിക്കാൻ ഞാൻ വേറൊരു സ്ഥലം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വേറൊരു സ്ഥലമോ? അതെ, 1.5 കോടി രൂപ വില വരുന്ന ഈ ഹെലികോപ്റ്റർ ഇതങ്ങനെ ഉത്തരവാദിത്വം ഇല്ലാതെ ഇവിടെ ഇട്ടേച്ച് ഞങ്ങൾക്ക് പോകാൻ പറ്റില്ല. അതിനും വഴിയുണ്ട്. ഞാനൊരു ട്രാക്ടർ അറേഞ്ച് ചെയ്ത് തരാം. അത് കയറ്റി നിങ്ങളെ താമസത്തേക്ക് വെക്കോ. അവിടെ പോയി തട്ടോ മുട്ടോ എന്ത് വേണോ ചെയ്തോ. എവിടെയായി സ്ഥലം? വളരെ അടുത്താ, ദേ ആ പാലത്തിനക്കരെ. എങ്കിലും അതാ അച്ഛോ നല്ലത്. അപ്പാച്ചി, ഒരു സൈഡിൽ നിന്ന് പൊളിച്ചടക്ക്. ഓക്കേ, താനിവർക്ക് ആ സ്ഥലം കാണിച്ചു കൊടുക്കും. നല്ല ഉഗ്രം ബംഗ്ലാവ്. ഇവിടെ ആള് താമസമുണ്ടോ? തൽക്കാലം ആരുമില്ല. 2 കൊല്ലം മുമ്പ് തഹസീൽദാരും കുടുംബം ഇവിടെ താമസിച്ചിരുന്നേ. അവര് പേടിച്ച് വീട് മാറിപ്പോയി. പേടിച്ചോ? പേടിച്ചെന്ന് പറഞ്ഞാ അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിട്ടല്ല. തഹസീൽദാരുടെ ഭാര്യ എന്തോ കണ്ടെന്നോ പേടിച്ചെന്നോ, അല്ലാതെ ഇവിടെ പ്രത്യേകിച്ച് പ്രേതബാധയൊന്നുമില്ല കേട്ടോ. അത് ശരി. അപ്പൊ ഞങ്ങളെ ഇവിടെ ബലി കൊടുക്കാൻ കൊണ്ടുവന്നാണല്ലേ? ചേ, ഇതൊക്കെ വെറും അന്ധവിശ്വാസമാ. ഇനി അഥവാ പ്രേതം വന്നാലും ഒരു കുരിശെടുത്ത് ചുമ്മാ കാണിച്ചാ മതി. അതിപ്പോ ക്രിസ്ത്യൻ പ്രേതമാണെങ്കിലേ കുരിശിയാക്കത്തുള്ളൂ. ഹിന്ദു മുസ്ലിം പ്രേതമാണെങ്കിലോ? പേടിക്കണ്ട. ഇവിടെ ഉണ്ടെന്ന് പറയുന്ന പ്രേതമേ ക്രിസ്ത്യനാ, സായിപ്പാ, ആന്റേക്സൺ സായിപ്പ്. നാട്ടുകാർ തല്ലിക്കൊന്ന അങ്ങനെ. അതെന്തിന്? അങ്ങനെയുടെ കൊള്ളരുതായ്മ സഹിക്കാൻ മേലാഞ്ഞിട്ട്. നമുക്കൊരു കാര്യം ചെയ്യാം. അടുത്ത ടൗണിൽ ഏതെങ്കിലും ഹോട്ടലിൽ റൂം എടുത്ത് താമസിച്ചിട്ട് രാവിലെ ഇഞ്ഞ് വരാം.
കൊല്ലാൻ ആഗ്രഹമുണ്ടെങ്കിലേ പ്രേതം തന്നെ അന്വേഷിച്ച് ടൗണിലും വരും. സാറേ അപ്പോ ഞാൻ വരട്ടെ. ഓരോ വയ്യാവേലികൾ. എന്താണോ മനുഷ്യനെ പേടിപ്പിച്ചിട്ട് എന്താണോ താനെന്തിനാ എന്നെ തോണ്ടി വിളിച്ചത്? ഇവിടുത്തെ അടുക്കള എവിടാന്ന് അറിയാനാ. ഇവിടുത്തെ അടുക്കള എവിടെയാണെന്നറിയാം. ഞാൻ പണ്ട് ഇവിടുത്തെ അടുക്കളക്കാരായിരുന്നു. ബ്ലഡി ഫുഡ്. ഒച്ച വെക്കു വെച്ചോ. എന്ത് അവിടെ ധ്യാനം നടക്കാണ്. ഒച്ച വെക്കരുത്. ഒച്ച വെക്കു വെച്ചോ. എല്ലാരും കേക്കട്ടെ. അച്ഛൻ എന്താ പറഞ്ഞേ? സെൻട്രൽ സിസ്റ്റർ വലിയ തിരുമേനിയുടെ പെങ്ങളുടെ മോളാ. കുറെ വർഷം കഷ്ടപ്പെട്ടാ കിട്ടുന്ന കന്യാസ്ത്രീ പട്ടം. അതിനിപ്പോ എന്തുണ്ടായി? എന്തുണ്ടായിന്ന് സിസ്റ്റർ ഇവിടെ ഉണ്ടോന്ന് അച്ഛനൊന്ന് നോക്ക്. ഒന്ന് നോക്കച്ചോ. കാര്യം എന്താണെന്ന് വെച്ചാ പറയടോ. കാര്യമൊക്കെ പറയാച്ചോ. കാര്യം എന്താണെന്ന് വെച്ചാ പറയാൻ. അച്ചോ കന്യാസ്ത്രീകൾ ജീൻസ് ഇടൂ. അനാവശ്യം പറയരുത്. പറയല്ലച്ചോ. ഞാൻ കണ്ടു. ദേ ആ കാട്ടില് സെൻട്രൽ സിസ്റ്റർ ജീൻസ് ഇട്ടോണ്ട്. നിർത്തണോ. അവർ അണിഞ്ഞിരിക്കുന്ന വസ്ത്രത്തിന്റെ വില എന്താണെന്ന് തനിക്കറിയാമോടോ? അച്ഛൻ എന്റെ കൂടെ ഒന്ന് വന്നേ, ഞാൻ കാണിച്ചു തരാച്ചോ. എന്താ ഇനി വേറെ ആരെങ്കിലും ജീൻസ് ഇട്ടായി തോന്നുന്നുണ്ടോ? ഇല്ല, ഒക്കെ എന്റെ മനസ്സിന്റെ തോന്നലായിരുന്നു അച്ചോ. എടോ, ജീൻസും ടോപ്പും വേണ്ടാന്ന് വെച്ച് കർത്താവിന്റെ മണവാട്ടിയായി ലോകത്തിന്റെ വേദന ഏറ്റുവാങ്ങാൻ ഒരു പെണ്ണിന് അപാരമായ യോഗ്യത വേണം. അതെന്താണെന്ന് അറിയോ തനിക്ക്? ത്യാഗം. വീടും കൂടും ഉപേക്ഷിച്ച് ലോകസേവ ചെയ്യാൻ ഇറങ്ങിയിരിക്കുന്ന പുണ്യാത്മാക്കളാണവർ. അറിയോ തനിക്ക്? അറിയാച്ചോ. പക്ഷേ ആത്മാവിനെ തിരിച്ചറിയും. പാദതരങ്ങിരുങ്ങി ആലുവ പുഴ പിന്നൊഴുകി. ആയിരം പാദതരങ്ങിലുങ്ങി. സുമുഖോ, പേടിപ്പിക്കല്ലേ സുമുഖോ. പാക്കരാ, എന്തുവാണ് അവിടെ? പഴയതുപോലെ നിക്കറിലങ്ങനെ തീ പിടിപ്പിച്ചോ? വേഗം ചായ കൊണ്ടുവാ. എപ്പോഴെങ്കിലും കൊണ്ടുവന്നാ പോരാ, ഇപ്പൊ വേണം. അങ്ങോട്ട് മാറ്റി വൈ. സായിപ്പല്ലേ?
തുരിശാക്കോ രാത്രി 11 മണിക്ക് അവസാന ഡോസും മരുന്നും കഴിച്ചോണ്ട് ഇതിനോടൊപ്പം ഉറങ്ങാൻ കയറുന്ന മനുഷ്യനാണ് അച്ഛൻ. നീ ആരാണെന്നാണ് അച്ഛൻ ചോദിച്ചത്? ഇടവഴിയിലിട്ടു ചാക്കോ. അതല്ല, ചാക്കോയുടെ ശരീരത്തിൽ കൂടിയിട്ടുള്ള ദുഷ്ടാത്മാവിനോടാണ് അച്ഛന്റെ ചോദ്യം. എന്നാൽ മറുപടിയും അവൻ തന്നെ പറഞ്ഞോളും. നിനക്കെന്താണ് ആവശ്യം? ഇന്നോമിനെ യേശു ക്രിസ്തി കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അച്ഛൻ നിന്നോട് കൽപ്പിക്കുന്നു, നീ ഈ മനുഷ്യനെ വിട്ടുപോവുക. ഓ സംഗതി സീമ, ഓ പി സീമ, ദൂർ ചീസ് വർഗോ മറിയാ. അച്ഛൻ ഇത്രത്തോളം കഷ്ടപ്പെടുന്നത് ഞങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കണമെന്ന് കരുതിയല്ലേ? അതെ ചാക്കോ, അച്ഛനത് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് മകനെ. എങ്ങനെ ഹെലികോപ്റ്ററിനെ പറഞ്ഞു വിടച്ചോ? ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കും. ഫാദർ എന്നെ അന്വേഷിച്ചെന്ന് പറഞ്ഞു. ആ, വരും. ഞാനൊരു കാര്യം ചോദിച്ചാൽ താങ്കൾക്ക് വിരോധം തോന്നുമോ? വിരോധം തോന്നാനിടയുള്ള കാര്യങ്ങൾ ചോദിക്കാതിരുന്നൂടെ ഫാദർ? അല്ല, ഞാൻ ഉദ്ദേശിച്ചത് ഒരു കാര്യം ചെയ്യാം, വിരോധം തോന്നിയാലും ഞാനത് പ്രകടിപ്പിക്കാതിരിക്കാം. ആരാണ് ഈ ബോബി? ബോബി എന്റെ ഹെലികോപ്റ്ററിന്റെ പൈലറ്റാണ്. അതല്ല ഞാൻ ചോദിച്ചത്, നിങ്ങൾക്ക് അയാളെ എത്ര കാലമായിട്ട് അറിയാം? പ്രശ്നം എന്താണ് ഫാദർ? അയാൾക്ക് മാനസികമായി വല്ല തകരാറും? ഫാദറിന് സംശയം തോന്നിയല്ലേ? അയാളെ പറ്റി ഇതേ സംശയം എനിക്കും തോന്നിയിട്ടുണ്ട്. ആണോ? ഞാൻ ചെയ്യുന്ന എല്ലാ നല്ല കാര്യങ്ങളെയും കണ്ണട ചെതിർക്കുക, അനാവശ്യമായി പൊട്ടിത്തെറിക്കുക, അങ്ങനെ ഒരു മനോരോഗിയുടെ പല പല ലക്ഷണങ്ങളും അയാൾ പ്രകടിപ്പിച്ചിട്ടുണ്ട്. യെസ്, എനിക്കും അങ്ങനെ തോന്നി. വളരെ വിചിത്രമാണ് അയാളുടെ പെരുമാറ്റം. ഫാദറിനോട് എന്തെങ്കിലും? അങ്ങനെ പറയത്തക്കതായി ഒന്നുമില്ലെങ്കിലും പക്ഷെ അയാളെ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. എന്താ സാർ ഇവിടെ? വെങ്കടേ, ഞാനൊരു വിഡ്ഢിയാണെന്ന് താൻ കരുതിയല്ലേ? സാമാന്യ വിവരമുള്ള ഒരു എഞ്ചിനീയർക്ക് ടെയിൽ റോട്ടർ പ്രോബ്ലം കണ്ടുപിടിക്കാൻ 2 മണിക്കൂർ മതി. എഞ്ചിന്റെ ഓവറോൾ ചെക്ക് ചെയ്യാൻ 5 മണിക്കൂർ മതി. സത്യം പറ, എന്താണ് കോപ്റ്ററിന് തകരാറ്? തകരാറ് എന്താണെന്ന് ഞാൻ കണ്ടുപിടിച്ചു സാർ. ടെയിൽ റോട്ടറിന്റെ ബോൾട്ട് മാറ്റിയിരിക്കുന്നു. ആരോ മനഃപൂർവ്വം ചെയ്തതാണ് സാർ. ആര്? അതറിയില്ല. കുഴപ്പം പെട്ടെന്ന് കണ്ടുപിടിക്കരുതെന്ന് കരുതി ആരോ ചെയ്തതാണ്. ഇതിപ്പോ എനിക്കല്ലാതെ മറ്റാർക്കെങ്കിലും അറിയാം? എനിക്കറിയാം സാർ. അതല്ലടോ, വേറെ ആർക്കെങ്കിലും? ഇപ്പൊ സാറിനും അറിയാം. എന്നാൽ ഇത് തൽക്കാലം മറ്റാരും അറിയണ്ട. അറിഞ്ഞാൽ അത് തുടർന്നുള്ള അന്വേഷണത്തെ ബാധിക്കും. ശരി സാർ. ഞാൻ തന്നെയാണ് ടെയിൽ റോട്ടറിന്റെ ബോൾട്ട് അഴിച്ചു മാറ്റിയത്. കുറ്റം എന്റെയാണ്. ഒരു ക്രിമിനലിനെ ജോലിക്ക് വെച്ച ഞാനാണ് വിധി. പക്ഷെ തനിക്ക് അശേഷം മനുഷ്യത്വമില്ലേ? എന്റെ പ്രശ്നങ്ങളൊക്കെ 100 വട്ടം പറഞ്ഞിട്ടും ഇത്രയും വലിയ വിശ്വാസവഞ്ചന എന്നോട് വേണമായിരുന്നു. ഞാൻ എന്റെ ഭാഗം ന്യായീകരിക്കുന്നില്ല. പക്ഷെ കാരണം എനിക്കറിയണം. എന്തായിരുന്നു തന്റെ ഉദ്ദേശം? ഇങ്ങനെയൊന്ന് നശിപ്പിച്ചിട്ട് തനിക്ക് എന്താണ് ലാഭം? നിങ്ങളോട് ഞാൻ എത്ര വട്ടം പറഞ്ഞു തൽക്കാലം എനിക്ക് ഇവിടുന്ന് പോരാൻ നിവൃത്തിയില്ലാന്ന്. മനുഷ്യത്വം കാണിക്കാതിരുന്നത് എന്നോടാണ്. ഞാൻ കാല് പിടിച്ച് അപേക്ഷിച്ചതല്ലേ, കേട്ടോ? അതുകൊണ്ട് പ്രതികാരം ചെയ്തു അല്ലേ? അല്ല, എനിക്ക് മറ്റു മാർഗമില്ലായിരുന്നു. ആകാശത്ത് വെച്ച് അപകടമുണ്ടെന്ന് പറഞ്ഞതും ഹെലികോപ്റ്റർ കേടാണെന്ന് പറഞ്ഞിവിടെ ഇറക്കിയതും
എല്ലാം മനഃപൂർവ്വമായിരുന്നു. എന്തിന്? ഞാൻ വിചാരണ നേരിടുന്ന കൊലക്കേസിൽ എനിക്കെതിരെ മൊഴി കൊടുത്ത പ്രധാന സാക്ഷി, ഒരിക്കൽ സ്വന്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുകയും ഒരുപാട് സ്വപ്നം കാണുകയും ചെയ്തിരുന്ന എന്റെ പെണ്ണ് സിസ്റ്റർ സെൻട്രല. വശ്യപ്പൊരുത്തം ഉൾപ്പെടെ 10 നക്ഷത്ര പൊരുത്തങ്ങൾ ഒത്തുചേർന്ന എന്റെ പെണ്ണ്. ജ്യോത്സ്യരുടെ ഭാഷയിൽ പറഞ്ഞാൽ രണരണീഭാവം, ഉത്തമ ജാതകം.